ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് രാവിലത്തെ നമ്മൾ ആദ്യത്തിന് ചൂടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 800 പേരാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ, അടുപ്പത്താണോ അല്ലെങ്കിൽ ഗ്യാസ്മലാണോ, എവിടെയാണ് പാചകം ചെയ്യൽ? ഞാൻ അടുപ്പത്തും ഉണ്ടാക്കും, ഗ്യാസ്മലും ഉണ്ടാക്കും കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ അടുപ്പത്ത് അങ്ങനെ പോകും കേട്ടോ. പിന്നെ നമ്മളെ കുളി നനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയാൽ പിന്നെ ഗ്യാസ്മലൊക്കെ ഉണ്ടാക്കില്ല, അടുപ്പ് കത്തിക്കില്ല. രാവിലത്തതൊക്കെ പിന്നെ അങ്ങനെ കൂട്ടാനും ഉപ്പേരിയൊക്കെ ആവുകയാണെങ്കിൽ അടുപ്പത്ത് തന്നെ ആക്കട്ടെ വെക്കുക. നിങ്ങളെങ്ങനെ? രാവിലെ തന്നെ എഴുന്നേറ്റാണ്ട് പിന്നെ ചായ നമ്മൾ ഗ്യാസ്മ വയ്ക്കണം കേട്ടോ. ചായയൊക്കെ അവിടെ ആയിന്. അപ്പോൾ പിന്നെ കുടുക്കിയിൽ കുറച്ചാരും ചൂടുവെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ തിളപ്പിച്ച് വെച്ച വെള്ളം ഞാൻ ഔത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വേറൊരു പാത്രത്തേക്ക് പാർന്ന് വെക്കും കേട്ടോ. എന്നിട്ട് ആ പാർന്ന് വെച്ചതിൻ്റെ ശേഷം ആ കുടുക്കൊന്ന് മോറിയാണ്ട് ഇനിയൊന്ന് പുതിയ വെള്ളം വെക്കണം കേട്ടോ. നമുക്ക് നാളേക്കൊക്കെ ചൂട് പോകും, അല്ലെങ്കിൽ ചിലപ്പം വൈകുന്നേരം ആവുമ്പോൾ മാണ്ടി വരും. അങ്ങനെയൊക്കെ ആവട്ടെ. ചിലപ്പം വൈകുന്നേരത്തിന് വേണ്ടി വരും, ചിലപ്പോൾ വെള്ളം തിളപ്പിച്ച് വെച്ചതുണ്ടെങ്കിൽ രാവിലേക്കൊക്കെ മതി. അങ്ങനെയൊക്കെ ആവും. വേറെ രാവിലെ തന്നെ തിളപ്പിച്ച് വെച്ചാൽ പിന്നെ ചൂട് പോകുമല്ലോ. മക്കൾ സ്കൂൾക്കും ചൂട് തിളപ്പിച്ച വെള്ളത്തൊക്കെ ഉണ്ടാവല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കൽ തിളപ്പിച്ച വെള്ളം കേട്ടോ. ഇനി ജീരകം ഇട്ടിട്ടോ അല്ലെങ്കിൽ പതിമുഖമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ചാണ്ട് കേട്ടോ വെള്ളം കുടിക്കൽ. അപ്പോൾ ആദ്യം തന്നെ ഒരു കുടുക്കിയിൽ വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ആ വെള്ളം തിളപ്പിക്കുന്നതിനിടയിൽ നമുക്ക് അതവിടെ തീ പിടിച്ചും ചെയ്യും. വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനി കറിക്കെല്ലാം നോക്കാം. ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാൽ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ദോശക്കുള്ള അരിക്കും ചെയ്യാം. പിന്നെ കിഴങ്ങ് കറി ഉണ്ടാക്കണം വിചാരിക്കണം. അപ്പോൾ കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, ചീരുള്ളി, അതൊക്കെ ഇഞ്ചിയൊക്കെ തൊളിച്ച് നന്നാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പണിയാളും വേഗം എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം കുടുക്കിയും ആ മൂടിയൊക്കെ ഒന്ന് വേഗം തേച്ചേക്കി കേട്ടോ. തേച്ചേക്കിയാലും ഇനിയും കരിയാവാനുള്ളതാ, എന്നാലും നമ്മൾ തേച്ചേക്കണ്ടേ. അപ്പം നമ്മൾ തേച്ചേക്കിട്ടെ പിന്നെ നമ്മൾ കരിയാവാതെ നമ്മൾ ഓയിലൊക്കെ തേക്കട്ടെ. ഞാൻ പിന്നെ ഒന്നും അടുപ്പത്ത് വെക്കേണ്ട കുടുക്കാണല്ലോ. പുതിയ കുടുക്കൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മളെപ്പോഴെങ്കിലൊക്കെ ബിരിയാണിയോ അങ്ങനെയൊക്കെ വെക്കണേ ഞാൻ ഓയിലൊക്കെ തേച്ചിട്ട് വെക്കൽ. ഇത് ഞാൻ സ്ഥിരം വെക്കണ കുടുക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓയിലൊന്നും തേക്കലില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെണ്ണൂറൊക്കെ തേക്കട്ടെ. വെണ്ണൂറ് കുറച്ച് വെള്ളത്തിലാക്കിയാണ് വെണ്ണൂറ് ആ കുടുക്ക ഫുള്ളും തേക്കട്ടോ. ഞാൻ പിന്നെ എപ്പോഴും വെക്കണതല്ല വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും വെക്കലില്ല. പുതിയ കുടുക്കാണെങ്കിൽ ഞാൻ വെക്കും കേട്ടോ. അങ്ങനെ വെള്ളം ഫുള്ളാക്കിയിട്ടോ. വെള്ളം അതിലില്ലേനി. അപ്പോൾ പിന്നെ ഔത്തിന് കുറച്ച് ബക്കറ്റിലാക്കിയ വെള്ളം പിന്നെ കൊണ്ടുവന്ന് ഫുള്ളാക്കി അടുപ്പത്ത് വെച്ചു കേട്ടോ. ആ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓലക്കൊടി എടുക്കണമല്ലോ കത്തിക്കാൻ. അപ്പോൾ ഓലക്കൊടി പുറത്തോട്ട് വെക്കൽ. അപ്പോൾ അതിൽ കോഴിക്കൂടിൻ്റെ മേലെ ആയിട്ടാണ് കേട്ടോ ഓലക്കൊടി വെക്കൽ. തന്നെ മഴ ആയാലും നനയില്ല, അവിടെ ഷീറ്റ് ഇട്ടണമല്ലോ. അപ്പോൾ ഓലക്കൊടി കൊണ്ടുവന്ന് പിന്നെ നമ്മൾ വിളക്കുമ്പോൾ ആദ്യം തീ കത്തിച്ചു കേട്ടോ. എന്നിട്ടാണ് ഓലക്കൊടിയുമ്പോൾ കത്തിച്ച് പിടിപ്പിക്കൽ. അല്ലെങ്കിൽ പേപ്പർ കണ്ട ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പറിന്മേൽ കണ്ടം വെച്ചാണ്ട് ഓലക്കൊടിയുമ്പോൾ വെക്കും കേട്ടോ. ഓലക്കൊടിയും വേണം, അല്ലെങ്കിൽ തീ പിടിച്ചില്ലല്ലോ. പിന്നെ നമുക്ക് വർഗ്ഗ് ചെറിയ ചുള്ളികളുണ്ടെങ്കിൽ അത്രക്കും നല്ലത്. നമുക്ക് കത്തി പിടിച്ചാൽ എളുപ്പമാണ് ചെറിയ ചുള്ളി. പിന്നെ വലുതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കത്തി പിടിച്ചില്ലല്ലോ. അപ്പം അങ്ങനെ വേഗം കത്തിയിട്ട് വിചാരിച്ച പോലെയല്ല. നമുക്ക് ചെറിയ വർഗ്ഗ് ഉണ്ടായോണ്ട് വേഗം കത്തിയിട്ട്, ചെറിയ വർഗ്ഗില്ലെങ്കിൽ പിന്നെ കത്തി പിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ചെറിയ വർഗ്ഗം ആദ്യം വെച്ച് കൊടുത്തു. പിന്നെ കത്തി കിട്ടിയതിൻ്റെ ശേഷം പിന്നെ വലുത് വെച്ച് കൊടുത്തു കേട്ടോ. കത്തി പിടിച്ചാൽ പിന്നെ അങ്ങനെ കത്തുവിട്ട. പിന്നെ നമ്മൾ അങ്ങനെയല്ല, പിന്നെ നമ്മൾ വലുത് വെച്ച് കൊടുത്താലും അങ്ങനെ കത്തുവിട്ട. പിന്നെ സാധാ അടുപ്പായോടെ നമുക്ക് എല്ലാ വർഗ്ഗും വെക്കാം. നമുക്ക് മുറിച്ചുകൊണ്ട് വെക്കണ്ട. നമുക്ക് പുകടുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പാകത്തിന് വലുതൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നമുക്ക് എല്ലാതും വെക്കാം. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വെക്കാനായിട്ട് അലൂഫി മതിച്ചൊക്കെ പോകാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ജന്ന നീച്ചണ്. ജന്നയും അതിലും ഇതിലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്ത് ജന്ന ഉണ്ട്. അപ്പോൾ അവൾക്ക് ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെ തീയൊക്കെ കത്തി പിന്നെ ഞാൻ അരി അരക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കണ്ടോക്കി അരി അരക്കണതൊക്കെ. പിന്നെ എന്തൊക്കെ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെ ഇപ്പം ഇന്നലെയൊക്കെ മഴ കേട്ടോ. വൈകുന്നേരമായ മഴയാണ്. അവിടെയൊക്കെ എങ്ങനെ മഴ ഉണ്ടോ? നിങ്ങളെ പണികളൊക്കെ എങ്ങനെ നേരത്തെ കഴിയോ? എപ്പോഴാണ് നിങ്ങളെല്ലാവരും നേരത്തെ നീച്ചെല്ലാം ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നേരത്തെ പണി കഴിയോ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ പണി പല ടൈമില്ല, ഒരു ഇതില്ല കേട്ടോ. നമ്മളെ ചെറിയ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല. അപ്പോൾ പണി അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് നേരം വൈകും കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും വലിയ ഉള്ളിയൊക്കെ ഇതാക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ വെള്ളം അവിടെ തിളക്കല്ലേ, നമുക്കത് കുക്കറിൽ ഗ്യാസും വെച്ചാൽ വേഗം ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ദോശ ഇടുകയും ചെയ്യാം, കറി അവിടെ ആവുകയും ചെയ്യും. കറി ആദ്യം ഉണ്ടാക്കി വെക്കും. എന്നാൽ കറിയായി നമുക്ക് അപ്പം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ മക്കൾക്കായാലും അപ്പം ചുടുമ്പം കറി ആദ്യമായി എങ്ങനെയാ പറയുന്നത്, കറി ആദ്യം ആയാലും നമുക്ക് സുഖമാണല്ലോ. അപ്പം അങ്ങനെ തന്നെ ആവും എല്ലാവരും. ആദ്യം കറി ഉണ്ടാക്കിയിട്ടാവും അപ്പമൊക്കെ ഉണ്ടാക്കല്ലേ. അപ്പം നമുക്ക് രാവിലെ തന്നെ വിരുന്നാൾ വന്നിന് കേട്ടോ വീട്ടിലേക്ക്, പിറങ്ങാൻ വന്നേണ്. അപ്പോൾ നമ്മളെ തൊടും കൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെത്ര ആണുങ്ങളാട്ടിങ്കിലേ പിന്നെയും വേഗം പോവുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളെന്താ ആട്ടി അങ്ങനെ ഇങ്ങനെ ഒന്നും പോകില്ല കേട്ടോ. അപ്പം നിങ്ങളവിടെയൊക്കെ ഉണ്ടോ, കുറങ്ങുണ്ടോ? അപ്പോൾ രാവിലെ തന്നെ വന്നപ്പോൾ ആട്ടാൻ വേണ്ടി പോയി കേട്ടോ. അതിന് കുറച്ച് നേരം വൈകി. അപ്പം വെള്ളം അവിടെ തിളക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നമ്മളെ പതിമുഖം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തേക്ക്. അത് കഴിഞ്ഞ് വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഞാൻ ദോശക്ക് അവിടെ മാവ് കൂട്ടി വെച്ചിനി, അരച്ച് വെച്ചിനി. അപ്പോൾ ദോശയായി. അപ്പോൾ ദോശ ചൂടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിച്ചു. നമ്മളെ കിഴങ്ങ് കറിയായി, ദോശയും കൂട്ടി ഞാൻ ചായ കുടിച്ചു. ചായ കുടിച്ചതിൻ്റെ കഴിഞ്ഞപ്പം പിന്നെ ചോറാണ് വെച്ചിനി. ചോറൊക്കെ ആയി. ചോറായതിൻ്റെ ശേഷമാണ് എണ്ണിത്തണ്ട് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. എളുപ്പമാണ് കേട്ടോ എണ്ണിത്തണ്ട് കൊണ്ട്. അപ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കുന്ന മോഡലല്ല ഉണ്ടാക്കുന്ന, വേറെ മോഡലായിട്ട് ഉണ്ടാക്കി. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ വെളിച്ചെണ്ണ ഓയിൽ നമുക്ക് ഏതാ ഉപയോഗിക്കാം കേട്ടോ. വെച്ചാണ്ട് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിൻ തല ഇട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളെ എണ്ണിത്തണ്ട് നുറുക്കിയത് ഇട്ടിട്ട്, എണ്ണിത്തണ്ട് പറഞ്ഞാൽ അയക്കാൻ നുറുക്കി കഴിഞ്ഞിട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊഴിച്ച് നമ്മൾ കായം കൂട്ടിയൊക്കെ അല്ല പൊരിച്ചണ പോലെ അങ്ങനെ കായം കൂട്ടി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടത് കേട്ടോ. പിന്നെ വെള്ളം പാരൂല കേട്ടോ, നമ്മൾ വെള്ളം പാരാതെ നമ്മൾ അടുപ്പത്ത് വെക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ അല്ലെങ്കിൽ മുതിര വെച്ചിട്ടോ പരിപ്പ് വെച്ച് അല്ലെങ്കിൽ അത് സാധാ പെരി വെക്കണൊക്കെ പോലെ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കി വെക്കാത്തോളം ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ കണലിൽ വെള്ളം പാരരുത്, ആ കണലിൽ അങ്ങനെ ആവിയിൽ വന്ന് ആവണം കേട്ടോ. അങ്ങനെ അടുപ്പത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ എന്താട്ടി ഞാൻ അകം ഒന്ന് അടിച്ചേരി തുടക്കാൻ വേണ്ടി വന്നിട്ട് അകം അടിച്ചേരിയാ വിചാരിച്ചു. അപ്പം ആദ്യം നമ്മളെ മേശപ്പുറത്തില്ല ഫുള്ളുണ്ട്. ഉള്ളി കൊണ്ടുവന്ന് വെച്ചതുണ്ട്, മക്കളെ ബുക്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇല്ലാത്തതൊന്നും ഇല്ല എന്ന പോലെയാണ്. എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആവൂലേ. അപ്പം പിന്നെ എന്താട്ടി അതൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് വെക്കാൻ വിചാരിച്ചു. അതൊക്കെ നന്നാക്കി കാണുമ്പോൾ തന്നെ മനസ്സിലേക്കൊരു സമാധാനം. പണി കഴിഞ്ഞാൽ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എടുക്കാണ്ടല്ലോ വിചാരിച്ചുമ്പോൾ തന്നെ ടെൻഷൻ നമുക്ക്. അങ്ങനെ തന്നെ അണിച്ച് അങ്ങനെ പെരുന്ന് കിടക്കണ കാണുമ്പോൾ ഒരു പിരാന്ത. പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നില്ല. വൃത്തിയായി വെക്കണ കാണുമ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നമ്മൾ വൃത്തിയാക്കും. അപ്പം ഞാൻ എന്താട്ടി മടി പിടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ നന്നാക്കണ്ടേ. ഞാൻ എന്താട്ടി വേഗം അതൊക്കെ നന്നാക്കാൻ തുടങ്ങിയിട്ട് അപ്പത്തിന് നമ്മളെ ജന്നക്കുട്ടിക്ക് പണി തന്നു കേട്ടോ. ഓളവിടെ വാശിലിങ്ങിൻ്റെ ഒരു കൂടുണ്ടേനി കേട്ടോ. വാശിലിങ്ങ ഒരു കൂടുണ്ടേനി. അത് അവൾ കയ്യുമ്മലൊക്കെ ആക്കി വെച്ചാണ്, കയ്യുമ്മ മൂത്താക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ആ കൊണ്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം പിന്നെ കണ്ടോളം മുഖമൊക്കെ ഒന്ന് കെഗ്ഗി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഓളയും കൊണ്ടട്ടോ. ഓളയും കൊണ്ട് അതാണ് ഒരു പണി എടുക്കാൻ ഓളായിക്കില്ല. നമ്മൾ ഒരു പണി എടുക്കണ ചെത്തണി ഓൾ വേറെ എവിടെയെങ്കിലും പണി ഒപ്പിച്ചേക്കും. പിന്നെ ഓളെ ബേക്ക് കൂടെ നടന്നു നോക്കണം കേട്ടോ. ഓൾക്ക് എന്താ പണി നമ്മൾ നോക്കണം. അപ്പം പിന്നെ അടിച്ചേരി ഇടാനേ കയ്യുള്ളൂ. തുടക്കാനും ഓളം ഉറങ്ങിയിട്ട തുടക്കലും തിരുമ്പലൊക്കെ ഓളം ഉറങ്ങിയിട്ട കയ്യിലും ഇട്ടാ. അപ്പോൾ പിന്നെ അടിച്ചേരി കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ എന്തായിട്ട് അടുക്കള എത്തിയപ്പോൾ പിന്നെ പാത്രമൊക്കെ ഒന്ന് മോറിയിട്ട് ആദ്യം പാത്രം മോറാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ അയച്ചിട്ടിരുന്നു. അപ്പോൾ പിന്നെ അടിച്ചേരാൻ വേണ്ടി നിന്നതട്ടോ. അപ്പോൾ ഓളിൻ്റെ അപ്പം അങ്ങനെ വന്നപ്പോൾ അടിച്ചേരി. പിന്നെ ഇപ്പോൾ പൗൾ അവിടെ അടങ്ങി കളിക്കുന്നുണ്ട്. അപ്പം എന്താട്ടി ആ കളിച്ച് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ വേഗം പാത്രം മോറി. പാത്രം പിന്നെ തെല്ലുണ്ടാവും. നമ്മിങ്ങനെ ആയാലും മക്കൾ ചായ കുടിച്ചിട്ട് നമ്മൾ പാചകം ചെയ്തത് ഞാൻ അപ്പം മോറാൻ നോക്കും. ഇന്ന് പിന്നെ അങ്ങനെ മോറാൻ കഴിഞ്ഞില്ല. അപ്പം മോറാൻ നോക്കിയാൽ പിന്നെ നമുക്ക് പാത്രങ്ങൾ വല്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തതൊക്കെ അതേപോലെ ഉണ്ടാകും. കൊണ്ട് നമ്മൾ കത്തി തൊട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. ചട്ട നമ്മളെ കട്ടിംഗ് ബോർഡ് വരെ ഉണ്ട് എന്ന പോലെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് മോറി വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കണം ഈ പാത്രം എങ്ങനെയാവാം വേഗം പാത്രങ്ങൾ വേഗം ഉണ്ടാവും. ആ മോറി കിട്ടാറിനല്ലൊരു വലിയ സംഭവമാണ്. മോറി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്, കഴിഞ്ഞു. അപ്പോൾ ആ പാത്രം മോറിയാൽ തന്നെ അടുക്കളക്കൊരു വൃത്തി പറഞ്ഞ പോലെയാണ്. പിന്നെ അടുക്കളയിലൊന്നും ഇതാക്കിയാൽ തന്നെ നല്ല വൃത്തിയാണല്ല പാത്രമൊക്കെ കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ വേഗം എന്താട്ടി പാത്രങ്ങളൊക്കെ മോറാൻ വേണ്ടി നിൽക്കുക. വേസ്റ്റ് കുറച്ച് ഉള്ളിൻ്റെ തോലും അതൊക്കെ ഉണ്ടേനി. അതാണ് എന്താട്ടി വേഗം പുറത്ത് കൊണ്ടുപോയി ഇട്ടുവിട്ട. പുറത്ത് കവുങ്ങ് അങ്ങനെ ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, പൈക്കാണ് ഇട്ടാൽ കൊണ്ടുപോയി ഇടാം. നിങ്ങളൊക്കെ എങ്ങനെ നമ്മൾ വേസ്റ്റ് എന്താ കാട്ടിൽ നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി ഇടലാണോ ചെടികൾക്ക് വളമാക്കൽ? അങ്ങനെ നമ്മുടെ കവുങ്ങ് അങ്ങനെ ഓരോ ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട്. പൈക്കൊക്കെ ഇങ്ങനെ ഉള്ളിത്തോല് നമ്മളെന്തെങ്കിലും തോലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കൽ. നമ്മൾ
തെങ്ങിനോ അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വേഗം നമ്മളെ ജാറ് വരെ ഉണ്ട്, അരി അരച്ച ജാറ് വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മോറി വേഗം പിന്നെ നമ്മൾ അടിയിൽ വേസ്റ്റ് കൊട്ട വേറെ വേസ്റ്റ് കൊട്ട ഉണ്ടാവും. നമ്മൾ തിന്നീൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ ആ പുറത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ കോഴിക്കളുണ്ടെങ്കിൽ നമുക്ക് കോഴിക്കൊക്കെ കൊടുക്കട്ടെ. പിന്നെ വേഗൻ്റെ അവിടെ ചെടി വെച്ചിന് കേട്ടോ. ആ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അവിടെ നമ്മളെ ടൈസും നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേഗം അപ്പോൾ ഒന്നും വൃത്തിയാക്കിയാൽ പിന്നെ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എപ്പോഴെങ്കിലും വൃത്തിയാക്കുമ്പോഴാണ് പിന്നെ നമുക്ക് ആ തേച്ചേക്കാനും അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തേച്ചേക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഇതൊന്നും തോത്തുമ്പോൾ നമുക്കൊന്ന് തോത്തി പോന്നാൽ മതി. അപ്പോൾ നമ്മൾ എവിടെ ആയാലും അങ്ങനത്തെ ഇപ്പോൾ ജനാലായാലും എന്തായാലും നമ്മളൊന്ന് തോറ്റുമ്പോൾ നമുക്കൊന്ന് തോത്താനേ ഉണ്ടാവുള്ളൂ. നമ്മൾ തോത്താതെ വെക്കുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം പൊടി പിടിച്ച പോലെ ആവും. ഞാൻ എന്താട്ടെ ഒന്നൊന്ന് തോറ്റി പോവുകയാണ്. പിന്നെ അതൊക്കെ നമുക്ക് പണി ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് കഴിയാത്ത അന്നൊന്നും ചെയ്യലുമില്ല കേട്ടോ. കഴിയുന്ന അന്നൊക്കെ അങ്ങനെ പോവും. പിന്നെ വേസ്റ്റ് പാത്രം ഉണ്ടേനി ആ പുറത്ത് കൊണ്ടുപോയി ഇട്ടാണ്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷിങ്ക് മോറാൻ വേണ്ടി നിന്നു. ഷിങ്ക് മോറാൻ നമ്മൾ അതിൻ്റെ ഇതുണ്ടാവില്ല, ബ്രഷ് ഉണ്ട്. അപ്പോൾ അതിനോട് കേൾക്കലിട്ടോ. കമ്പിച്ചണ്ടിയോടെ എന്തുവരെ ഷിങ്ക് കഴുകിയിട്ടില്ല കേട്ടോ. കമ്പിച്ചണ്ടിയോട് കേൾക്കിയാൽ നിറക്കല്ല തുടങ്ങും. പക്ഷേ അതല്ല, നമ്മൾ കമ്പിച്ചണ്ടിയോട് ഷിങ്ക് കേൾക്കുമ്പോൾ അതിനെ ഇത് വരും, വിര വരുമ്പോൾ പിന്നെ നമ്മൾ അയക്കും ചളിയൊക്കെ അതിൻ്റെ ഉള്ള വിരൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അപ്പം കമ്പിച്ചണ്ടിയോടൊക്കെ മോറുന്നുണ്ടെങ്കിൽ എല്ലാവരും കമ്പിച്ചണ്ടിയോട് ഇനി മോറാതെ കേട്ടോ. അപ്പോൾ വേഗം വിര വീണ് അതിൻ്റെ ഉള്ളിൽ ചളിയൊക്കെ പിടിച്ചാൽ പിന്നെ ഒരു പോകുമ്പോൾ ഒരു ഇതാണ്, പോയി കിട്ടൂല ചിലപ്പം. അപ്പോൾ കമ്പിച്ചണ്ടിയോട് മോറി കഴിയുമ്പോൾ ഒരു നിറം ഉണ്ടാവും, പിന്നൊക്കെ ഒരു ഇതാവും നമുക്ക്. അപ്പോൾ ഞാൻ കമ്പിച്ചണ്ടിയോട് മോറലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പാത്രമൊക്കെ മോറി പുറത്തില്ല പാത്രങ്ങൾ പുറത്ത് ഒരു അടുപ്പുണ്ടല്ലോ, അവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈപ്പ് ഉണ്ടായിട്ട് അവിടെ നിന്നിട്ട മോറൽ. അപ്പോൾ അവിടെ മോറിയാണ്ട് എന്താട്ടി ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട പാത്രങ്ങളൊക്കെ മോറി കൈയൊക്കെ കേക്കിയിട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി അടുക്കള അടിച്ചേരി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുക്കള പിന്നെ വേഗം ഒന്ന് അടിച്ചേരാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോൾ ഇന്ന് തുടക്കണില്ലാതൊക്കെ വിചാരിക്കുന്നു ഇട്ടാൽ പിന്നെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, മക്കൾ വീട്ടിലുണ്ടാണു വന്നിട്ട്. അപ്പം മക്കളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിനി. പിന്നെ ജന്ന ഉറങ്ങിയപ്പോൾ പിന്നെ വേഗം തിരുമ്പൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടച്ചു കേട്ടോ. പിന്നെ തിരുമ്പാൻ പോയി, ജന്ന ഉറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ വേഗം എന്താട്ടി തിരുമ്പി. അപ്പോൾ അതിന് മറ്റ് ഇന്നലെ തിരുമ്പിയതുണ്ടേന്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഔത്ത് വെച്ചു. വല്ലാതെ ഉണങ്ങിയിട്ടില്ല, എന്നാലും വെള്ളം പോയതിൻ്റെ ശേഷം ഞാൻ എന്താ കാട്ടൽ കോണിക്കൂടിൻ്റെ മേലെ അയിൽ കെട്ടീന് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചിക്കലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പിറ്റേന്നാകുമ്പോഴത്തേനും ഉണങ്ങുകയും ചെയ്യും. മഴ ആകുമ്പോൾ ചീത്തലും വല്ലാതെ അടിച്ചില്ല. പുറത്താകുമ്പോൾ ചീത്തലും അടിച്ചുമ്പോൾ നമ്മൾ അങ്ങനെ വേഗം പെട്ടെന്ന് ഉണങ്ങൂല. അപ്പോൾ മക്കളെ യൂണിഫോമൊക്കെ അങ്ങനെ കൊണ്ടുപോയിടല, എല്ലതും അങ്ങനെ കൊണ്ടുപോയിടല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നാളെ തിരുമ്പി ഇടുമ്പോൾ ഇന്നത്തേത് എന്താട്ടും കോണിക്കൂടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തോരോടും കേട്ടോ. വെയിലുണ്ടെങ്കിൽ വേഗം ഉണങ്ങും. ഇപ്പോൾ അടുത്തിപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഒന്നും മഴയാണല്ലോ. അപ്പം അങ്ങനെ ഉണങ്ങലില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കൂട്ടി തുടച്ച് കുളിച്ചാലൊക്കെ ഉള്ളൂ ഇങ്ങനെ വിചാരിച്ച് വെക്കുമ്പോൾ ഇക്ക വരുന്നുണ്ട് കോഴിയും കൊണ്ടിട്ടോ. അപ്പോൾ പിന്നെ ഇക്കാൻ്റെ കോഴി കൊണ്ട് തന്നെ കോഴി പൊരിച്ച് എന്തെങ്കിലും ചെയ്യുക പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇണ്ണിത്തണ്ടിൻ്റെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിഴങ്ങ് കറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നെ കോഴി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുളിച്ചിട്ട് മുമ്പ് തന്നെ ആ പരിപാടി കൂടിയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേഗം കോഴി കഴുകിയാണ്ട് എന്താട്ടി കുറച്ച് കോഴി എടുത്ത് വെച്ചു. നമുക്ക് ഉച്ചക്ക് മാത്രം കുറച്ച് വെച്ചു കേട്ടോ. അന്തിക്ക് കോഴി പൊരിച്ചാൽ വിചാരിച്ച് കായം കൂട്ടി വെച്ചു. ഉച്ചക്ക് ഒരു സ്പെഷ്യലാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കോഴി കൊണ്ട് നമ്മൾ കോഴിയും ചീരുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് വലിയ ഉള്ളിൻ്റെ ചെറിയ കണ്ട് കേട്ടോ, തക്കാളീൻ്റെ ഒരു ചെറിയ കണ്ടും അത്ര മാത്രം വെച്ചിട്ട് ആദ്യം കുരുമുളകും ഇട്ടാണ്ട് മുളക് പൊടി ഇടണില്ല, മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുരുമുളക് ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ജസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. കുരുമുളകൊക്കെ ഇട്ട് വെച്ച് വെള്ളമില്ലാതെ നമ്മൾ ആവിയിലൊക്കെ വേവിച്ചല്ലോ, അങ്ങനെ ആക്കി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഉച്ചക്കൊക്കെ ഇതായി ഇട്ടാൽ പിന്നെ പപ്പടം പൊരിച്ചു ഇട്ടാൽ. അപ്പോൾ നമുക്ക് പപ്പടം ഉണ്ട്, പിന്നെ കിഴങ്ങ് കറി ഉണ്ട്, നമ്മളെ കോഴി ഉണ്ട്. കോഴി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മൾ ഇണ്ണിത്തണ്ടിൻ്റെ പെരി ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.